വേദപുസ്തകത്തിനകത്ത് പുതിയ നിയമത്തിൽ ഏറ്റവും ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു സുവിശേഷം ഏതെന്ന് ചോദിച്ചാൽ യോഹന്നാന്റെ സുവിശേഷമാണ്. അതുകൊണ്ട് മത്തായിയുടെ സുവിശേഷവും മർക്കോസിന്റെ സുവിശേഷവും ലൂക്കോസിന്റെ സുവിശേഷവും ഒന്നും ഇഷ്ടമല്ലെന്നല്ല. എന്നാൽ യേശുക്രിസ്തുവിന്റെ രാജത്വം പറയുന്ന മത്തായിയുടെ സുവിശേഷവും യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വം പറയുന്ന മർക്കോസിന്റെ സുവിശേഷവും യേശുക്രിസ്തുവിന്റെ പഴയ നിയമത്തിലെ ദാവീദ് പുത്രൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ ന്യായപ്രമാണത്തിന്റെ ഏറ്റവും അധികം നിഴലും പൊരുളും പഠിപ്പിക്കുന്ന ലൂക്കോസിന്റെ സുവിശേഷം എല്ലാം എനിക്കിഷ്ടമാണ്. എന്നാൽ യേശുക്രിസ്തുവിന്റെ ദൈവത്വം മുഴുവൻ ആളത്വ രൂപത്തിൽ വെളിപ്പെടുത്തി പറയുന്ന യോഹന്നാന്റെ സുവിശേഷം. യോഹന്നാൻ 1:1 മുതൽ വായിക്കുമ്പോൾ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു. സൃഷ്ടിപ്പിൽ മുതൽ ക്രിസ്തുവിനുള്ള ദൈവത്വം, ക്രിസ്തുവിന്റെ ആ എല്ലാവിധ ആട്രിബ്യൂട്ട്സും അതിനകത്ത് ഇങ്ങനെ തിളങ്ങി വിളങ്ങി നിൽക്കുക. യോഹന്നാൻ 1:14 വചനം ജഡമെടുത്തു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. യോഹന്നാൻ 1:26 നിങ്ങൾ അറിയാത്തൊരുവൻ നിങ്ങളുടെ ഇടയിൽ നിൽപ്പുണ്ട്. യോഹന്നാൻ 1:29 ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. സംഭവിച്ചത്, തന്റെ കണ്ണുകൊണ്ട് കണ്ടത്, തന്റെ വിരലുകൊണ്ട് തൊട്ടത്, മാറിൽ ചാരി കിടന്ന് തന്റെ ചെവി കൊണ്ട് കേട്ടത് എല്ലാം യോഹന്നാൻ 21 അധ്യായത്തിലോട്ട് വിളമ്പി നിരത്തി വെച്ചു. സത്യ പോലെ, ആത്മീയ സത്യം. എന്നാൽ അതേ യോഹന്നാനെ AD 90 ഡൊമീഷ്യൻ ചക്രവർത്തി നാട് കടത്തി പത്മോസിന്റെ ഏകാന്തതയിലേക്ക്. ഞാനും കെ എബ്രഹാം എന്ന ഞാനും ഈ വെളിപ്പാട് പുസ്തകം പ്രസംഗിക്കുമ്പോൾ അവിടുത്തെ ഭയാനകമായ കാര്യങ്ങളും അവിടുത്തെ മൃഗങ്ങളെക്കുറിച്ചും പാമ്പിനെ കുറിച്ചും അവിടുത്തെ ശവത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വിശുദ്ധ ബൈബിൾ എടുത്ത് നിങ്ങൾ വായിച്ചു നോക്കിയ യോഹന്നാൻ ഇതൊന്നും പറഞ്ഞിട്ടില്ല. പീഡിപ്പിക്കപ്പെട്ട പത്മോസിലേക്ക് അയക്കപ്പെട്ട യോഹന്നാൻ പീഡിപ്പിക്കപ്പെടുമ്പോഴും നമ്മളെ പേടിപ്പിക്കുന്നൊന്നും പറഞ്ഞിട്ടില്ല. അതൊരു വലിയ സന്തോഷമാണ്. നമ്മളാണെങ്കിൽ അങ്ങനെ ഒരു സ്ഥലത്ത് പോയി കിടന്നാൽ അവിടെ കണ്ട കാഴ്ചയൊക്കെ എഴുതിയേനെ. പക്ഷെ താൻ ജഡത്തിന്റെ കണ്ണുകൊണ്ട് കണ്ടതൊന്നും വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയില്ല. പകരം ആത്മാവിന്റെ കണ്ണുകൊണ്ട് കണ്ടതെല്ലാം തന്നെ എഴുതി. യോഹന്നാന്റെ സുവിശേഷവും യോഹന്നാൻ എഴുതിയ വെളിപ്പാട് കൂടെ നിങ്ങളൊന്ന് പഠിച്ചേ. സംഭവിച്ചത് സുവിശേഷത്തിൽ എഴുതി, സംഭവിപ്പാനുള്ളത് വെളിപ്പാട് പുസ്തകത്തിൽ എഴുതി. യോഹന്നാനിൽ ഉണ്ടായ മാറ്റം എന്ന് പറയുന്നത് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തില. യോഹന്നാൻ ആത്മവിവശനായി. അതൊരു മലയാളത്തിലെ ഒരു സാധാരണ പദമായിട്ട് എല്ലാവരും വിചാരിക്കും. പക്ഷെ അങ്ങനൊന്നുമല്ല. എക്സൈറ്റിംഗ്, എക്സ്പ്ലോസീവ് മൂവ്മെന്റ് ഓഫ് ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് യോഹന്നാന്റെ മേൽ ഒരു ഭയങ്കര ശക്തിയായി ഇറങ്ങിയപ്പോൾ യോഹന്നാന്റെ പഞ്ചേന്ദ്രിയങ്ങൾ പോലും അഭിഷേകത്താൽ നിറയപ്പെട്ടിട്ട് തൻ്റെ കണ്ണ്, ചെവി, മൂക്ക്, നാക്ക് എല്ലാം, താൻ കാണുന്നത്, കേൾക്കുന്നത്, അവിടെ തൻ്റെ ചുറ്റുപാടുമുള്ളത് മുഴുവൻ യോഹന്നാൻ മറന്നുപോയിട്ട് പിന്നെ യോഹന്നാൻ കണ്ടതും കേട്ടതും മുഴുവൻ ഭാവി കാല സംഭവങ്ങളും. വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ യോഹന്നാന്റെ 4 വിവശതകളെ കുറിച്ച് പറയുന്നുണ്ട്. യോഹന്നാൻ 1:10, യോഹന്നാൻ 4:1-2, വെളിപ്പാട് 4:1-2, വെളിപ്പാട് 17:3, വെളിപ്പാട് 21:9-10. ഒന്നാമത്തെ വെളിപ്പാടിൽ അഗ്നിജ്വാലയ്ക്കകത്ത കണ്ണുള്ളവൻ, മാറത്ത് പൊൻകച്ച് കെട്ടിയവൻ, നിലവിളക്കയുടെ നടുവിൽ നിലയങ്കി ധരിച്ചവൻ, വെള്ളോടിന് സദൃശമായ കാലുള്ളവൻ, പെരുവെള്ളത്തിന് ഇരച്ചിൽ പോലെ ശബ്ദമുള്ളവൻ, ഇരുവായ് തല മൂർച്ചയുള്ള വാൾ വായിൽ നിന്ന് പുറപ്പെടുന്ന ദ സൂപ്പർ നാച്ചുറൽ ഫിഗർ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുക്രിസ്തുവിന്റെ അമാനുഷികമായ സ്വർഗീയ കാഴ്ച.
4:1 സ്വർഗം തുറന്നിരിക്കുന്നത്, 17:3 മർമ്മം മഹതിയാം ബാബിലോൺ, 21 9-10 ഇവിടെ കയറി വരിക. അവിടെ എന്താ കാണിച്ചത്? ഉയർന്നും പൊങ്ങിയുമുള്ള ഒരു വലിയ മലയിലേക്ക് കൊണ്ടുപോയി. ഗോമേതകം, മരതകം, മാണിക്യം, പത്മരാഗം, വൈഡൂര്യം, ചുവപ്പുകല്ല്, പുരുഷരാഗം തുടങ്ങിയ 12 ബിന്ദ രത്നങ്ങൾ കൊണ്ട് 12 ഗോപുരവും ജീവവൃക്ഷവും പളുങ്കുകടലും സ്വച്ഛ സ്ഫടിക തങ്ക തുല്യമായ തെരുവീതികളുമുള്ള പുത്തൻ യെരൂശലേം എന്ന സ്വർഗീയ ഭവനം മണവാട്ടിക്കായി ഒരുക്കി ഇറക്കി കൊണ്ടുവരുന്ന കാണിച്ചു കൊടുത്തു. ആത്മാവിന്റെ വലിയ വിവശതയിൽ, ആത്മാവിന്റെ ശക്തിയിൽ നിറയപ്പെട്ട ഒരു അപ്പോസ്തലന്റെ ജീവിതത്തിൽ താൻ ഇവിടെ കണ്ടതും താൻ അവിടെ കണ്ടതും, ഇന്നലകളിൽ സംഭവിച്ചതും നാളുകളിൽ സംഭവിക്കാനുള്ളതും, ഞാൻ ഇങ്ങനെ പറഞ്ഞ് കൊച്ചു മെസ്സേജ് അവസാനിപ്പിക്കാം. ഇന്നലെ കണ്ടത് എഴുതാൻ, ഇന്നലെ തൊട്ടത്, ഇന്നലെ അനുഭവിച്ചത് എഴുതാൻ സാധാരണ ഒരു വിശ്വാസിയായിട്ട് ജീവിച്ചാൽ മതി. പക്ഷെ നാളെ സംഭവിക്കാനുള്ള എഴുതണമെങ്കിൽ ഒരു ആത്മവിവശതയുടെ മണ്ഡലത്തിലേക്ക് കയറണം. റലം, ഇതിന്റെ മണ്ഡലം ഒന്ന് മാറണം. അഭിഷേകത്തിന്റെ മണ്ഡലം ഒന്ന് മാറണം. അഭിഷേകത്തിന്റെ തലം ഒന്ന് മാറണം. സാധാരണ ഒരു മനുഷ്യനാകരുത്, വേറൊരു തലത്തിലേക്ക് ഇത് ഉയരണം. അവിടെ നിന്നെ കാത്തിരിക്കുന്നത് മറ്റാർക്കും കൊടുക്കാത്തത്, മറ്റാരെയും കാണിക്കാത്തത്, മറ്റാരുടെയും മുമ്പിൽ തുറക്കാത്തത് നിനക്ക് വേണ്ടി ദൈവം തുറക്കും. പ്രാർത്ഥിക്കുക. കർത്താവേ, ഞാനൊരു സാധാരണ വിശ്വാസിയായിട്ട് കൈയടിച്ച് പാട്ടുപാടി അനുഗ്രഹിക്കപ്പെട്ട് ആരാധിച്ച് എനിക്ക് അഭിഷേകമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിലും അതിൻ്റെ ആ സമതലത്തിൽ നിൽക്കാതെ ഉയർന്ന് ഉന്നതമായ അഭിഷേകത്തിൻ്റെ വേറൊരു തലത്തിലേക്ക് ഞാൻ ഉയരാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന പ്രാർത്ഥിക്കാൻ. God bless you. God bless you. God bless you.